വെൽക്കം ടു ഫ്യൂച്ചർ ബീറ്റ്സ്. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ജോബിനെ റീപ്ലേസ് ചെയ്യുമെന്നുള്ള ഒരുപാടധികം ചോദ്യങ്ങൾ വന്നതിനെ തുടർന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് എന്താണ് സംസാരിക്കുന്നത്. ഞാൻ ബേസിക്കലി ഐയിലും അതുപോലെ തന്നെ വെബ് ഡെവലപ്മെൻറ്റ് രണ്ട് ഫീൽഡിലും വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അതിൻ്റെ എക്സ്പീരിയൻസും മറ്റൊരുപാട് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ആ റിസർച്ചിനെല്ലാം ഒടുവിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ എന്താണ് ഒരുപാടധികം വാർത്തകളൊക്കെ കേൾക്കാറില്ല. ഇപ്പം ഒരുപാട് കമ്പനീസ് ഹയറിങ് നിർത്തിവെച്ചു ഐനെ കാരണം. ലൈക്ക് ഐയുടെ ഐ ഓട്ടോമേഷൻസ് കാരണം ഒരുപാട് കമ്പനീസ് ഹയറിങ് നിർത്തിവെച്ചു എന്നും അതുപോലെ തന്നെ ഫ്രഷേഴ്സിന് ജോലി കിട്ടാൻ അതിന് പാടാണെന്നും ഫ്യൂച്ചറിൽ ഉടനെ തന്നെ ഇനി ഐ നമ്മുടെ ജോബിനെല്ലാം റീപ്ലേസ് ചെയ്യും, അങ്ങനെ ഒരുപാടധികം ടെൻഷൻസ് ഉണ്ടാക്കുന്ന ഒരുപാടധികം വീഡിയോസും പോസ്റ്റും എല്ലാം നമ്മൾ കാണാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ചിലതൊക്കെ ഫേക്കായിട്ടും വരാറുണ്ട്. എന്നാൽ അതും ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്റ്റുഡൻസ് അതുപോലെ തന്നെ ഫ്രഷേഴ്സ് അങ്ങനെയുള്ളവർ നല്ലൊരു ടെൻഷൻ അടിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളൊരു കാര്യം, ഐ നമ്മുടെ ജോബിനെ റീപ്ലേസ് ചെയ്യും. പക്ഷേ ഐക്ക് മനുഷ്യൻ ഇത്ര ഇൻ്റലിജൻസ് വരണം. എന്നാൽ ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ എന്ന് ഐ ചിന്തിക്കോ അന്ന് നമ്മളെ മാത്രമല്ല ഈ ലോകത്തുള്ള എല്ലാ ഫീൽഡിനെയും അത് ബാധിക്കും. കാരണം മനുഷ്യൻ്റെ അത്രയും ലെവലിൽ ഐ ചിന്തിക്കാൻ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഫീൽഡിനെയും എന്ത് ചെയ്യും, അത് ബാധിക്കും. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പാർട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഏകദേശം റിയൽ വേൾഡ് പ്രൊജക്റ്റിൽ എന്തെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ബിസിനസ് ലോജിക്കുകൾ, അതിൻ്റെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ അത് മനുഷ്യന് മാത്രമേ നിലവിൽ ഇപ്പം നമുക്ക് ചിന്തിക്കാൻ പറ്റൂ. ഇന്ന് ഒരുപാടധികം ടൂളുണ്ടല്ലോ. ChatGPT ഏറ്റവും വലിയ ടൂള്, അത് കഴിഞ്ഞാൽ ജിമിനി ഉണ്ട്, Bubble.io ഉണ്ട്, ലവബിൾ ഉണ്ട്, ബോൾട്ട്, അങ്ങനെ തുടങ്ങിയ ഒരുപാടധികം നോ കോഡ് പ്ലാറ്റ്ഫോംസ് ഉണ്ടെങ്കിലും അതിനെല്ലാം ചെറിയ ചെറിയ ടൂൾസ്, അതും ഡെവലപ്പർക്ക് വേണ്ടിയാണ്. ഈ ChatGPT ഏറ്റവും അധികം ഡെവലപ്പേഴ്സിന് ഹെൽപ്ഫുള്ളാണ്. അതായത് ഞാനൊക്കെ തുടങ്ങിയ സമയത്തൊക്കെ ഒരു പ്രോബ്ലം നമുക്കൊക്കെ വന്നു കഴിഞ്ഞാൽ സ്റ്റാക്ക് ഫ്ലോവറിലും കമ്മ്യൂണിറ്റികളിലും കയറി ഒരുപാടധികം മെസ്സേജ് അയച്ച് ആരെങ്കിലും റിപ്ലൈ തരുന്നത് നോക്കിയിരുന്നാണ് നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അതായത് ചില പ്രോബ്ലം 24 മണിക്കൂർ എടുക്കും, ചിലപ്പോൾ 2-3 മണിക്കൂർ എടുക്കും. പക്ഷേ ഇന്ന് ഐ ആണ് നമ്മളെ സഹായിക്കുന്നത്. ChatGPT വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ഡൗട്ട് വന്നാൽ അത് കോപ്പി പേസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി, നമുക്ക് അതിൻ്റെ ആ സൊല്യൂഷൻ അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. പിന്നെ ChatGPT ഉപയോഗിക്കുന്നതുകൊണ്ട് കുറേ പ്രശ്നമുണ്ട്. അതെന്താണെന്നുള്ളൊരു വീഡിയോ ഞാൻ അടുത്ത ഇടാം. അതെന്താണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് അതൊരു പ്രശ്നമല്ല, പക്ഷേ തുടക്കക്കാർക്ക് ChatGPT കൊണ്ട് വലിയൊരു പ്രശ്നം വരുന്നുണ്ട്. അതെന്താണെന്നുള്ള വീഡിയോ ഞാൻ അടുത്തിടും. അപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം, ഐ നിങ്ങൾ ഉടനെ ഒന്നും റീപ്ലേസ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് വളരെ ഹെൽപ്പാണ് ഐ എന്ന് പറയുന്നത്. നിങ്ങളെ ചിന്താഗതിയാണ് മാറ്റാനുള്ളത്. അതായത് അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് ആദ്യകാലത്ത് കമ്പ്യൂട്ടർ വന്ന സമയത്ത് ഇതുപോലെ എല്ലാവരും പറയും ഒരുപാട് ജോബ് കാണത്തില്ല, അതെല്ലാം കമ്പ്യൂട്ടർ കൊണ്ടുപോകും, നമുക്കൊന്നും ജോബില്ല. അതുപോലെ തന്നെ കാലത്ത് കാറ് വന്ന സമയത്ത് ഇങ്ങനെ ആളുകൾ പറഞ്ഞു. അന്ന് കുതിര വണ്ടിയിലാണ് ആളുകൾ പൊയ്ക്കൊണ്ടിരുന്നത്. ഇവിടെ ഇന്ത്യയിലല്ല, യൂറോപ്യൻ രാജ്യമാണെന്ന് തോന്നുന്നു. അവിടെ ആളുകൾ അന്ന് കുതിരയിലൊക്കെയാണ് സവാരിയും കാര്യം നടത്തിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ കുതിരേൻ്റെ അകത്ത് എന്തൊക്കെ പിടിച്ച് കണക്ട് ചെയ്ത് നമ്മളെ കാളവണ്ടി കണക്കത്തെ രീതിയിൽ അന്ന് അവിടെ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ടൈമിൽ കാറ് വന്നപ്പോൾ ഇതേ പ്രശ്നം ഉണ്ടായി, ഡ്രൈവേഴ്സിനൊന്നും ജോലി കാണത്തില്ല, അവരെയൊക്കെ ജീവിതം പോയി എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് കാറ് കൊണ്ട് എത്ര പേർക്ക് മെക്കാനിക്സ്, അതുപോലെ കമ്പനീസ്, പിന്നെ ആളുകൾക്ക് എന്തോ ഒരു ഉപയോഗമുള്ള അതുപോലെ തന്നെയാണ് ഐ. ഇപ്പോൾ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ആളുകളിൽ ഉണ്ടാകുന്ന കുറേ ടെൻഷൻസ് ആണ്. അല്ലാതെ ഐ നിങ്ങളുടെ ആരെയും ജോബിനെ റീപ്ലേസ് ചെയ്യത്തില്ല, നിങ്ങൾക്ക് സപ്പോർട്ട് തരത്തേ ഉള്ളൂ. ഇൻ ഫ്യൂച്ചറിലാണെങ്കിലും ഇന്ന് ടെക്നോളജി നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ ഒരുപാടധികം ടെക്കീസിന് ഇന്ന് കമ്പനികൾക്കും ലോകത്തിന് ആവശ്യമാണ്. അല്ലെങ്കിൽ ഒരുപാടധികം ടെക് പ്രോഡക്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് സ്കില്ലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണം, നിങ്ങൾക്ക് ജോബ് കിട്ടും. അതുപോലെ തന്നെ ആ നിങ്ങളിപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഐയും കൂടെ കൂട്ടിച്ചേർത്ത് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയും നിങ്ങളുടെ കോഡിൻ്റെ ക്വാളിറ്റിയും നല്ല രീതിയിൽ ഇൻക്രീസ് ആവുന്നതാണ്. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത്, ഐ നിങ്ങളുടെ ആരെയും റീപ്ലേസ് ചെയ്യത്തില്ല. ഐ റീപ്ലേസ് ചെയ്യും ഫ്യൂച്ചറിൽ. എങ്ങനെയാണെങ്കിൽ മനുഷ്യൻ്റെ അത്ര ചിന്തിക്കാൻ കഴിയുന്ന, മനുഷ്യൻ്റെ അത്ര ലോജിക്ക്, മനുഷ്യൻ്റെ അത്ര ഇമോഷൻ, ആ ഫീലിങ്സിൽ ചിന്തിക്കാൻ കഴിയുന്ന കേപ്പബിലിറ്റി എന്ന് ഐക്ക് വരുമോ അന്ന് ഐ നിങ്ങളെ റീപ്ലേസ് ചെയ്യും. പക്ഷേ ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു പേടി വേണ്ട. അത്രയും കേപ്പബിലിറ്റി ഐക്ക് ആവണമെന്നുണ്ടെങ്കിൽ നല്ല ടൈം എടുക്കും. നോ കോഡ് ടൂൾസിനെ കുറിച്ച് പറഞ്ഞു, അതെല്ലാം നമുക്ക് സപ്പോർട്ടിന് വേണ്ടി ഉള്ളതാണ്. അത് നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ജോബ് കളയുന്നതല്ല. അതുപോലെ തന്നെ ഇപ്പം ഒരു കമ്പനിയുടെ നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ഒരു ഡെവലപ്പർക്കല്ലേ ഒരു സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് എന്തൊക്കെ വേണം, എങ്ങനെയാണ് സ്ട്രക്ചർ, ഇപ്പോൾ നാവ് ബാർ വേണം, ഇന്ന സെക്ഷൻ, ഓരോ കാര്യം നമുക്കല്ലേ അറിയത്തുള്ളൂ അത് എന്തൊക്കെ സ്ട്രക്ചർ ഉള്ളത്. അതെന്തായാലും ഒരു നോർമൽ മനുഷ്യനെ പറഞ്ഞു കൊടുക്കില്ല, ഒരു ഡെവലപ്പർക്കല്ലേ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. ഞാൻ ഒരു ഫ്യൂച്ചർ പോസിബിലിറ്റി പറയാം. അതായത് ഇപ്പം
AI വരുന്നതുകൊണ്ട് ഞാൻ ചിന്തിച്ചിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, അല്ലാതെ വേറെ റിസർച്ചിൽ നിന്ന് എവിടെയും കിട്ടിയല്ല. അതായത് ഇന്നിപ്പോൾ കമ്പനീസ് എല്ലാം AI നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം വരുന്ന പ്രശ്നം, ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് വരുന്നു. അപ്പോൾ മുമ്പ് നമുക്കൊരു പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ്, ഡെവലപ്പർ തന്നെയാണ് ഇരുന്ന് എല്ലാം ഡീബഗ് ചെയ്യും, അതിൻ്റെ ബഗ്ഗും പ്രശ്നങ്ങളും എല്ലാം സോൾവ് ചെയ്ത് ഒരു മനുഷ്യനാണ് അവിടെ നിന്ന് എല്ലാം ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് AI ഉണ്ട്. അപ്പം മുമ്പ് ഒരു പ്രൊജക്റ്റ് വരുന്നൊരു ലൈക്ക് ഒരു ബിസിനസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ എന്തെങ്കിലും ഒരു ബിസിനസ്സിന് വേണ്ടി വരുന്ന, അപ്പോൾ അതിനെന്താണ് 50 ഡെവലപ്പർ വേണം. ഇപ്പോൾ ഫ്രണ്ട് എൻഡിനും ബാക്ക് എൻഡിനായിട്ട് 50-50 ആണെങ്കിൽ 25 ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ 25 ബാക്ക് എൻഡ് ഡെവലപ്പറും വരുന്ന സ്ഥലത്ത് ഇന്ന് വേണമെങ്കിൽ 25 ഡെവലപ്പർ മതി. കാരണം നമുക്ക് ഡീബഗ് ചെയ്യുന്നൊരു ബഗ്ഗിൻ്റെ ഇഷ്യൂ ഇല്ല. അതുപോലെ തന്നെ കോഡെല്ലാം നമുക്കിപ്പോൾ AI ആയിട്ട് ചാറ്റ് ചെയ്തപ്പോൾ നമുക്ക് പറയണം, ചാറ്റ് ചെയ്തിട്ട് എനിക്ക് ഇന്നൊരു കോഡ് വേണമെന്ന് നമുക്ക് AI അടുത്ത് പറഞ്ഞ് ലാംഗ്വേജും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ChatGPT ആ കോഡ് ഉണ്ടാക്കി തരും. അപ്പം ഫ്യൂച്ചറിൽ ഇനി വരാൻ പോണ പോസിബിലിറ്റി കമ്പനീസ് ഹയർ ചെയ്യും. ഇന്നിപ്പം 100 ഡെവലപ്പേഴ്സിന്, അപ്പോൾ എക്സാമ്പിൾ കേസ് ഇന്ന് ലോകത്തിന് 100 ഡെവലപ്പറിന് വേണമെങ്കിൽ ഇനി അങ്ങോട്ട് 1000-2000 ഡെവലപ്പറിന് വേണം. അപ്പോൾ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കുറേയല്ല, കൂടുകയാണ്. കൂടുതൽ കമ്പനീസും കൂടുതൽ ബിസിനസ്സും ടെക്നോളജിയിലിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ടെക് സ്റ്റാർട്ടപ്പുകൾ വരെയാണ്. അങ്ങനെ ഒരുപാട് ടെക്നോളജി ഇപ്പോൾ ബൂമാവുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കുറയത്തില്ല. കമ്പനീസ് എന്ത് ചെയ്യും, ഇപ്പം ഒരു വർക്കിന് 50 പേരെ മുമ്പ് ഹയർ ചെയ്തുകൊണ്ടിരുന്നത് 25 പേരാവും. കാരണം അവർക്കുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാനും അവർക്ക് കോഡ് ചെയ്യാനും മറ്റ് സപ്പോർട്ടിനെല്ലാം AI കാണും. അതായത് AI നിങ്ങളെ ജോബ് റീപ്ലേസ് ചെയ്യത്തില്ല. റീസെൻ്റ് എനിക്കൊരു വന്നൊരു വളരെ എനിക്ക് ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരാൾ ചോദിച്ചാണ് എൻ്റെ അടുത്ത്, പൈത്തോണൊക്കെ ഇനി പഠിക്കുന്ന വലിയ കാര്യമില്ലല്ലേ, അതായത് പൈത്തോണൊക്കെ പെട്ടെന്ന് തന്നെ AI റീപ്ലേസ് ചെയ്യത്തില്ലേ, കാരണം പൈത്തോൺ അത്രയും സിമ്പിളല്ലേ. പൈത്തോണും സിമ്പിൾ തന്നെ, പക്ഷേ പൈത്തോണിൻ്റെ അകത്ത് ലോജിക്ക് ബിൽഡ് ചെയ്ത് സോഫ്റ്റ്വെയർ ബിൽഡ് ഇത് ചോദിച്ചവരെല്ലാം ഇത്തിരി നല്ല സ്കിൽഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ പോലും ഈ ചോദ്യം ചോദിക്കത്തില്ല. പക്ഷേ ഈ ബിഗിനേഴ്സ് അല്ലെങ്കിൽ പഠിക്കുന്ന തുടക്കക്കാർ കോളേജ് സ്റ്റുഡൻസിനൊക്കെയാണ് വലിയ ഡൗട്ടുള്ള. അവരെല്ലാം ചിന്തിക്കുന്നത് ഈ എളുപ്പം ലാംഗ്വേജ് പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ. പൈത്തോണിന് വലിയ ഓപ്പർച്യൂണിറ്റി ഉള്ളത്. AI ഫീൽഡിലായാലും ഡാറ്റ സയൻസ് ഫീൽഡിലായാലും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് പൈത്തോണിലുള്ളത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരും AI നിങ്ങളെ ജോബ് റീപ്ലേസും ടെൻഷൻ അടിക്കേണ്ട. അതിന് ഒരുപാട് വർഷം എടുക്കും. കാരണം അത്രയും ഇൻ്റലിജൻസ് എത്തിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് റെസ്ട്രിക്ഷൻ കൊണ്ടുവരും. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അതായത് ഇപ്പം മനുഷ്യനെ തന്നെ അത്ര ഇൻ്റലിജൻസ് ഉള്ളൊരു AI വന്ന മനുഷ്യന്മാരെ ജോബ് മൊത്തം അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കമ്പനീസ് മൊത്തം അങ്ങനെ ആളുകൾ മനുഷ്യന്മാരെ മാറ്റി മൊത്തം AI ആക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഗവൺമെൻറ് ഇടപെട്ട് എന്തെങ്കിലും നിയമം കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ AI നിങ്ങളുടെ ജോബ് റീപ്ലേസ് ചെയ്യുമെന്ന് പറഞ്ഞ് ഒന്നും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റാക്ക് ഏതോ അത് നിങ്ങൾ പഠിക്കുക. ഓൾഡ് സ്റ്റാക്ക് പഠിക്കാതിരിക്കുക. അത് നിങ്ങൾ പഠിക്കത്തില്ല എന്ന് പ്രതീക്ഷിക്കും. അപ്പം ഇപ്പോഴത്തെ കാലത്ത് PHPക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ പുതിയ പഠിക്കാൻ വരുന്നവരെല്ലാം പുതിയ ടെക്നോളജീസ് പഠിക്കുന്നതാണ് നല്ലത്. ഇപ്പം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, ഗോ പഠിക്കാം ബാക്കെൻഡിന്, പൈത്തോൺ ജാങ്കോ ബാക്കെൻഡിന് പഠിക്കാം, Node.js നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, ജാവ പഠിക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ വരുന്ന Node.js, പൈത്തോൺ, ജാങ്കോയൊക്കെയാണ്. ഗോയും ജാവയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ MNCയിലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റും. ഫ്രണ്ട് എൻഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് Next.js പഠിക്കാം, റിയാക്റ്റ് പഠിക്കാം, അതുപോലെ തന്നെ ആംഗുലർ പഠിക്കാം. അപ്പോൾ നിങ്ങൾ പുതിയ ടെക്നോളജീസ് നിങ്ങൾ അതിൽ മാസ്റ്റർ ചെയ്താൽ മതി. നിങ്ങളൊരു കഴിവുണ്ട്, അതിൽ നിങ്ങൾ മാസ്റ്റർ ചെയ്ത് നല്ല പ്രൊജക്റ്റ് ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോബ് കിട്ടും. അല്ലാതെ നിങ്ങൾ ഈ ചെറിയ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്നല്ലോ ചില ഫേക്ക് വീഡിയോസ് കണ്ട് നമുക്കിതൊന്നും പഠിച്ചിട്ട് ഇനി കാര്യമില്ല, വേറെ വല്ല ജോബാണ് നോക്കാൻ ടെൻഷൻ അടിക്കേണ്ട. AI നിങ്ങളിപ്പോൾ ഒന്നും റീപ്ലേസ് ചെയ്യത്തില്ല. AI അത്രയും കേപ്പബിലിറ്റി ആവുന്ന സമയത്ത് ഗവൺമെൻറ് എന്തെങ്കിലും റെസ്ട്രിക്ഷൻ കൊണ്ടുവന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ജോബ് തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.